കുറേയധികം നാളുകൾക്ക് ശേഷം സ്വർണത്തിന്റെ വില 68,000 കുറഞ്ഞിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച അതെല്ലാവരും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. യുദ്ധത്തിന് ശേഷവും ഇങ്ങനെയും കുറയുമെന്ന് ആരും കരുതിയിരുന്നില്ല. സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞൊരു കാഴ്ച, അതായത് സ്വർണ്ണ നിരക്ക് വീഴ്ചയിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മളെ കൊണ്ട് എത്തിച്ചത്. അതേ ഈ കാലയളവിൽ 24 ക്യാരറ്റിന് 10 ഗ്രാമിന്റെ വില 4,000 രൂപയിൽ കൂടുതൽ കുറയുകയായിരുന്നു. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ, അതായത് MSCX തന്നെ ഇപ്പോൾ സ്വർണ്ണ വില കുറഞ്ഞു എന്ന് മാത്രമല്ല, ആഭ്യന്തര വിപണിയിലും മഞ്ഞ ലോഹത്തിന്റെ വിലയിൽ വലിയ ഇടിവ് തന്നെ ഉണ്ടായി എന്ന് പറയണം. സ്വർണത്തിന്റെ പേരിൽ ലോകമെമ്പാടും ഇടിവുണ്ടാവുന്നത് വളരെയധികം റെയറായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. അതാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്. ഇപ്പോൾ എന്ത് ഗുണനിലവാരമുള്ള സ്വർണത്തിന്റെ വില എന്താണെന്നൊക്കെ തന്നെ പരിശോധിച്ചാണ് പോകുന്നത്. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ, അതായത് MCX-ൽ 2025 ജൂൺ 5 കാലാവധിയിൽ അവസാനിച്ചതോടെ കഴിഞ്ഞ ആഴ്ച 999 പരിശുദ്ധിയുള്ള സ്വർണത്തിന്റെ വിലയിൽ വലിയ ഇടിവുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിലെ അവസാന വ്യാപാര ദിനമായ മെയ് 9 വെള്ളിയാഴ്ച സ്വർണ്ണവില ഗ്രാമിന് 10 ഗ്രാമിന് 96,518 രൂപയായി താഴ്ന്നിരുന്നു. അതേസമയം 5 വ്യാപാര ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ ഇടിഞ്ഞു. മെയ് 16 689 രൂപ കുറഞ്ഞ് 10 ഗ്രാമിന് 92,480 രൂപയെ ക്ലോസ് ചെയ്തു. ഇങ്ങനെ നോക്കിയാൽ ഒരാഴ്ചയിൽ സ്വർണത്തിന്റെ വില 10 ഗ്രാമിന് 4,038 രൂപ കുറഞ്ഞുവെന്ന് പറയാം. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിനെ പോലെ തന്നെ ആഭ്യന്തര വിപണിയിലും സ്വർണത്തിന്റെ തിളക്കം മങ്ങുകയും വില ഇടിയുകയും ചെയ്തു.